ഒഴുക്ക് ഭയങ്കര കൂടുതൽ, വേസ്റ്റ് അടിഞ്ഞു വരുന്നു, തടികളെ ഈ മരമൊക്കെ കടപുഴകി വരുന്ന ഒരവസ്ഥയൊക്കെ വരുന്നുണ്ട്. ബോട്ടിൽ പോകുന്ന ആളുകളുടെ സുരക്ഷയും നിങ്ങളുടെ ഇതാണല്ലോ, നിങ്ങളുടെ ജീവനും അടക്കം ഒരു വെല്ലുവിളി നേരിടുന്ന സാഹചര്യത്തിലാണ്. അങ്ങനെ ഒരു സാഹചര്യത്തിലും ഈ സർവീസിനും ജോലിക്കും കൃത്യമായി വരുന്നുണ്ട്. പിന്നെ വരുന്നുണ്ട്. നമ്മുടെ ജോലിയോടുള്ള ബാധ്യത ഇതാണ്, ജോലിയോടുള്ള ഇതുകൊണ്ട് വരുന്നത്. വിവരങ്ങളുമായി അമൽ ശ്രീധരൻ നമ്മളോടൊപ്പം ചെയ്യുന്നുണ്ട്. അമൽ, ഇത്തരമൊരു ദുരന്തം മുൻകൂട്ടി കണ്ടുകൊണ്ട് അല്ലെങ്കിൽ അവിടുത്തെ ആ പ്രശ്നങ്ങൾ ഉന്നയിച്ചുകൊണ്ട് അവിടുത്തെ ആളുകൾ പ്രതികരിച്ചു, ആ ഒരു വാർത്ത നമ്മൾ നൽകിയതാണ്. അതിന് പിന്നാലെയാണ് ഇത്തരത്തിലൊരു വലിയ ദുരന്തം ഒഴിവായത്. തീർച്ചയായിട്ടും സോന, 80ഓളം യാത്രക്കാരായിരുന്നു ഈ സർവീസ് ബോട്ടിൽ ഉണ്ടായിരുന്നത്. അങ്ങനെ ഒരു ബോട്ടാണ് ഈ പുളിങ്കുന്നിന്റെ ഭാഗത്തുള്ള ആ ഒരു പാലത്തിൽ ഒരു അപകടത്തിന്റെ വക്കോളം എത്തി അവിടെ നിന്ന് 1 മണിക്കൂറോളം അവിടെ കുടുങ്ങിക്കിടന്ന് പിന്നീട് മറ്റൊരു ബോട്ടിലേക്ക് അതിസാഹസികമായിട്ട് 80ഓളം യാത്രക്കാരെ കയറ്റി ആ ഒരു ദുരന്തമുഖം മാറിപ്പോകുന്ന ഒരു സ്ഥിതിയാണ് ഉണ്ടായത്. നമുക്കറിയാം, കുട്ടനാട്ടിലും ആലപ്പുഴയിലും കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് ഈ മഴക്കെടുതി അതിരൂക്ഷമായ ദുരിതമാണ് പെയ്തിറങ്ങിക്കൊണ്ടിരിക്കുന്നത്. അതിന്റെ ഭാഗമായിട്ട് ആളുകൾക്ക് ഒരിടത്ത് നിന്ന് മറ്റൊരു ദുരിതാശ്വാസ ക്യാമ്പിലേക്കൊക്കെ ഒന്ന് പോകാനുള്ള മാർഗം എന്ന് പറയുന്നത് പ്രധാനമായും ഈ ജലഗതാഗതമാണ്. ആലപ്പുഴയെ സംബന്ധിച്ചിടത്തോളം ജലഗതാഗതം പ്രധാനമാണ്. അങ്ങനെ ഒരു ബോട്ട് ഈ ഓടിക്കുന്നവരെ സംബന്ധിച്ചിടത്തോളം വലിയ രീതിയിലുള്ള വെല്ലുവിളികൾ ഉണ്ട് എന്ന് തിരിച്ചറിഞ്ഞതിനെ തുടർന്നാണ് ന്യൂസ് മലയാളം ടീം അവിടെ എത്തുകയും നെടുമുടിയിൽ നിന്ന് ഇത്തരത്തിലുള്ള ഒരു വാർത്ത നൽകുകയും ചെയ്തത്. അതിനുശേഷമാണ് ഇന്നലെ ഉച്ചയ്ക്ക് ശേഷം ഈ ഒരു സംഭവം ഉണ്ടാകുന്നത്. ജങ്കാർ അടക്കം എത്തിച്ചാണ് ഈ രക്ഷാപ്രവർത്തനം നടത്തിയത്. ഏതായാലും സ്ത്രീകളും പ്രായമായവരും കുട്ടികളും രോഗികളും അടക്കമുള്ള നിരവധി പേരായിരുന്നു ഇവിടെ ഉണ്ടായിരുന്നത്. അവരെ രക്ഷപ്പെടുത്തി ഈ ബോട്ട് നീക്കിയതിനു ശേഷം അവിടെ ഉണ്ടായിരുന്ന അത് വലിയ രീതിയിലാണ് മാലിന്യം ഒഴുകി വരുന്നത്. അത് നമുക്ക് തിട്ടപ്പെടുത്താൻ സാധിക്കാത്ത, ഈ വെള്ളത്തിന് മുകളിൽ കിടക്കുന്നതല്ല, വെള്ളത്തിന് താഴേക്ക് പോലും വലിയ രീതിയിൽ മാലിന്യം, അതായത് വലിയ മരങ്ങൾ പോലും കടപുഴകി വരുന്ന ഒരു സ്ഥിതിയുണ്ട്. അങ്ങനെ വരുമ്പോൾ പെട്ടെന്ന് ബോട്ടുകൾക്ക് ഒരു നിയന്ത്രണം ലഭിക്കാത്ത ഒരു അവസ്ഥയുണ്ടായിരുന്നു. അങ്ങനെ ഒരു സംഭവം തന്നെയാണ് ഇവിടെയും ഉണ്ടായത്. മുളങ്കുറ്റികളിൽ ഇടിച്ച് നിയന്ത്രണം നഷ്ടപ്പെടുകയായിരുന്നു ഈ ബോട്ടിനും ഉണ്ടായത്. അങ്ങനെ പാലത്തിലേക്ക് ഇടിച്ചു കയറാൻ ശ്രമിക്കുകയും ഈ ജീവനക്കാരുടെ, പ്രത്യേകിച്ചും ഈ ജലഗതാഗത വകുപ്പിന്റെ ഭാഗമായി അവിടെ ബോട്ടുകൾ ഓടിക്കുന്ന ജീവനക്കാരുടെ സമയബന്ധിതമായിട്ടുള്ള ഇടപെടൽ കാരണം മാത്രമാണ് വലിയൊരു അപകടം ഒഴിവായത്. ശരി അമൽ, എന്തായാലും വലിയൊരു അപകടമാണ് തലനാരിഴയ്ക്ക് ഒഴിവായത്. അമൽ ശ്രീധരനാണ് അതിന്റെ വിവരങ്ങൾ നൽകിയത്.